കേരള രാഷ്ട്രീയത്തിൽ പുകയുന്ന CPM ജമാഅത്ത് ഇസ്ലാമി പോര് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഭരണകക്ഷിക്കുള്ളിലെ വലിയൊരു പൊട്ടിത്തെറിയിലാണ്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാം ആയിരിക്കുമെന്ന AK ബാലന്റെ വെടിപൊട്ടിക്കൽ CPMനെ ചില്ലറയൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പാർട്ടി കമ്മിറ്റികളിൽ ബാലനെതിരെ രൂക്ഷ വിമർശനം ഉയരുമ്പോഴും സംഭവത്തിന് മറ്റൊരു മാനം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ്. പാർട്ടിയും മുന്നണിയും തള്ളിയിട്ടും ബാലനെ പരസ്യമായി പിന്തുണച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് CPMലെ ശാക്തിക ചേരിതിരിവ് മറനീക്കി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ CPMൽ വീണ്ടും വിഭാഗീയതയുടെ കനലെരിയുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് ബാലന്റെ മാറാട് പരാമർശം വൻ തിരിച്ചടിയായെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ബാലൻ സ്വപ്നലോകത്താണെന്നും ഇത്തരം തീവ്ര പ്രസ്താവനകൾ ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്ത് നിന്ന് അകറ്റുമെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം ഉയർന്നു. LDF കൺവീനർ TP രാമകൃഷ്ണൻ ബാലനെ പരസ്യമായി തള്ളിയത് ഗോവിന്ദൻ പക്ഷത്തിന്റെ താൽപര്യപ്രകാരമാണെന്നാണ് സൂചന. എന്നാൽ ഈ തള്ളലുകൾക്കിടയിലും ബാലന് മുഖ്യമന്ത്രി കവചമൊരുക്കിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചു. വർഗീയതയെ തുറന്നുകാട്ടുകയാണ് ബാലൻ ചെയ്തതെന്നും അതിൽ തെറ്റില്ലെന്നുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഇതോടെ CPMൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ടു വഴിയിലാണെന്ന ചിത്രം കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനെ വിശേഷിപ്പിച്ചത് സംഘപരിവാർ ശൈലി എന്നാണ്. BJPയെ സഹായിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനിടെ പ്രസ്താവന പിൻവലിച്ച് മാപ്പു പറയണമെന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ജമാഅത്ത് ഇസ്ലാം ബാലന് വക്കീൽ നോട്ടീസ് കൂടി അയച്ചതോടെ കാര്യങ്ങൾ നിയമപോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആയുധമാക്കേണ്ട പ്രസ്താവന പാർട്ടിക്കുള്ളിലെ പോരിന് വഴിവെച്ചതോടെ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമിതിയിൽ ഈ വിഷയം വലിയ വാദപ്രതിവാദങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്.